ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോ സിഡ്നിയുടെ അടുത്തേക്ക് മിസ്റ്റർ ചെൻ വരും. നമ്മുടെ റിലേഷൻഷിപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണ്ടേ, നീ നിന്റെ കമ്പനിയെല്ലാം എന്റെ അടുത്ത് തന്നേക്ക്, ഞാൻ നിന്നെ സേഫ് ആയിട്ട് നോക്കിക്കോളാന്ന് പറയും. പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് സിഡ്നിയും ചോദിക്കും. ദേ നോക്ക്, നിനക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ഒരിക്കലും ലവ് ചെയ്യുന്ന പെൺകുട്ടീനെ യൂസ് ചെയ്യാറില്ല. നിന്നെ എനിക്ക് സേഫ് ആക്കണം, എപ്പോഴും നിന്നെ എന്റെ കൂടെ നിർത്തണമെന്നും പറഞ്ഞ് നല്ല അടിപൊളി ഡയലോഗ് ഒക്കെ അങ്ങോട്ട് അടിക്കും. ഇത് കേൾക്കുമ്പോ സിഡ്നിക്കും കുറച്ച് ടച്ചിങ് ഒക്കെ ആവുന്നുണ്ട്. ആ ടൈമിനാണ് സൂ മെഡിക്കൽസിലെ ഓണർ ചെന്നിന് കോൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ സിഡ്നിന്റെ അടുത്ത് നിന്നും മാറി പുള്ളിക്കാരൻ കോൾ അറ്റൻഡ് ചെയ്യും. എനിക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുമല്ലാണ്ട് എന്റെ കമ്പനിയും എന്റെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിനി എന്ത് ചെയ്യും, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അതിന് ഇതൊന്നും ചെയ്തു വെച്ചത് ഞാനല്ലല്ലോ, ഞാൻ കാരണമാണ് നിന്റെ കമ്പനി ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിയത്, അതുകൊണ്ട് തന്നെ നീ അവന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് പുള്ളിക്കാരനാണ് എല്ലാം ചെയ്തത്. എന്നാലും അതെല്ലാം നമ്മുടെ യാനിന്റെ തലയിലിട്ട് പുള്ളി കോളും കട്ട് ചെയ്തു പോകും. ഇപ്പോ ഇയാൾക്കാണെങ്കിലോ യാനിന്റെ മേത്ത് വല്ലാത്തൊരു ദേഷ്യമൊക്കെ കൂടുന്നുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാണ്ട് യാനാണെങ്കിലോ ഇപ്പോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതേ ടൈം ജിങ്ഷിയും ചിങ്ലിയും കൂടി വീണ്ടും ഒരു റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചെല്ലും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ചിങ്ലി ആണെങ്കിലോ, ഞാനിപ്പോ ഒരു കാര്യം നിന്റെ അടുത്ത് പറയുവാണ്, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അന്ന് നമ്മള് രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നില്ലേ, അന്ന് അവിടെ യാനും വന്നിരുന്നു. നമ്മള് രണ്ടുപേരും കൂടി ഇരിക്കുന്ന കണ്ട് കുറച്ച് സങ്കടത്തോടു കൂടിയാണ് പുള്ളി പോയത്. എന്തായാലും നീ എനിക്കൊരു ചാൻസ് തരില്ല എന്ന് എനിക്ക് ഉറപ്പായി, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതെല്ലാം തുറന്നു പറയുന്നതെന്ന് അറിയും. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് ജിങ്ഷി നേരെ യാനിനെ കാണാനായിട്ട് ചെല്ലും. എന്നിട്ട് രണ്ടുപേരും കൂടി ബിസിനസ് ഡീലിങ്ങിനെ കുറിച്ചൊക്കെ മാറി മാറി സംസാരിക്കും. അവസാനം ജിങ്ഷി സൂ മെഡിക്കൽസിലെ ആള് ഇപ്പോ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നറിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രോബ്ലം അയാൾ കാരണം നമുക്ക് വരുമോ എന്ന് ചോദിക്കും. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ഇന്നത്തെ മീറ്റിങ്ങിന് ഞാൻ നിന്നെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നുണ്ട്, എന്തായാലും നീ അങ്ങോട്ടേക്ക് വരണമെന്ന് അറിയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ജിങ്ഷിയും പോകും. ഇപ്പോ ആ ഒരു മീറ്റിംഗിൽ കാണിക്കാണ്, ജിങ്ഷി വരുമ്പോ സിഡ്നി ഓൾറെഡി അവിടെയുണ്ട്. നീ എപ്പോ തിരിച്ചു വന്നല്ലേ എന്ന് ചോദിക്കും. ആ വന്നു പറഞ്ഞ് തലയും മാറ്റി ജിങ്ഷി പോകും. അങ്ങനെ ഞാനും സ്റ്റേജിലേക്ക് കയറി നിന്ന് അവന്റെ സ്പീച്ച് കൊടുക്കാനായിട്ട് തുടങ്ങും. ഞാൻ ഈ ടൈം കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ഫിഷിംഗ് വില്ലേജിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയായിരുന്നു. അവിടെ വലിയ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല, ആകെ ഒരു ക്ലിനിക്ക് മാത്രമേ ഉള്ളൂ. അവിടെയാണ് എല്ലാവരും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത്. വലിയ വലിയ അസുഖങ്ങൾ വന്നാലേ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസും അവിടെ ഇല്ല. അവിടെയാണെങ്കിലോ കാലിന് വയ്യാത്ത ഒരു ഗ്രാൻഡ്മ ഉണ്ടായിരുന്നു. പല വർഷങ്ങളായിട്ട് അവരങ്ങനെ കാലിന് വയ്യാത്ത രീതിയിലാണ് നടന്നു പോയത്. ഇത് കണ്ട എന്റെ ഒരു ഫ്രണ്ടും ഇങ്ങനെയുള്ളവർക്ക് വേണം നമ്മൾ ഹെൽപ്പ് ചെയ്യാനെന്ന് അന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇപ്പോ ആ ഒരു ഫ്രണ്ട് അവളുടെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് മെഡിക്കൽ ഫീൽഡിലേക്ക് വന്ന് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കസ്റ്റമൈസ്ഡ് മെഡിക്കൽ ഡിവൈസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അവരെന്റെ അടുത്ത് പറഞ്ഞത് ഈ മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കിയത് ജനങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട്, അവരുടെ ലൈഫ് ബെറ്റർ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടെന്നാണ്. ഇപ്പോ ആ ഗ്രാൻഡ്മയും നന്നായിട്ട് ഇരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് കാലിന് വയ്യാത്ത ഗ്രാൻഡ്മയും ഫ്രണ്ടും കൂടി എക്സസൈസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. അവര് രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. ഇത് കാണുമ്പോൾ ജിങ്ഷിക്കും ഹാപ്പി. ഇതേപോലെ ഒരുപാട് പേരെ ഞങ്ങള് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവർക്ക് എല്ലാവർക്കും അങ്ങനെ സെക്കൻഡ് ചാൻസ് കിട്ടി. എനിക്കും ഇനി ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമോ എന്ന് വല്ലാണ്ട് ഫീൽ ചെയ്ത് ജിങ്ഷിനെ മാത്രം നോക്കി ഞാനിങ്ങനെ പറയും. ബാക്കിയുള്ള ആർക്കും തന്നെ ഇതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ സിഡ്നിക്ക് മനസ്സിലാവുന്നുണ്ട്. ലൈറ്റായിട്ട് ജിങ്ഷിനെ തിരിഞ്ഞു നോക്കും. ജിങ്ഷിക്കും കാര്യം പിടികിട്ടി വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് ഇരിക്കുവാണ്. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ജിങ്ഷി നേരെ വീട്ടിലേക്ക് ചെല്ലും. വാതിൽ തുറന്നു നോക്കുമ്പോ ഞാനിനൊരു തവണ ജിങ്ഷി ഗിഫ്റ്റ് കൊടുത്തിട്ടില്ലേ, ഒരുപാട് കാർഡ്സ്, അതില് ഒരു സോറി കാർഡ് ജിങ്ഷിക്ക് വേണ്ടിയിട്ട് അവൻ അവിടെ വിട്ടിട്ട് പോയിട്ടുണ്ട്. ഇത് കാണുമ്പോ ജിങ്ഷിക്കും ഹാപ്പി ആയിട്ട് ഞാനിനെ കോൾ ചെയ്ത് നീ ഇപ്പോ എവിടെയാ ഉള്ളേന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനിപ്പോ ഒരു ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയേക്കുവാണ്, തിരിച്ചു വരുമ്പോ എന്തായാലും നിന്നെ വന്ന് കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ജിങ്ഷിക്കാണെങ്കിലോ ഭയങ്കര ഹാപ്പി. അങ്ങനെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ യാനിന്റെ വീട്ടിലേക്ക് ചെല്ലും. ഇപ്പോഴും ഞാൻ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ പാസ്വേഡ് ഒക്കെ ഇട്ട് അകത്തേക്ക് കയറും. ബാഗൊക്കെ എടുത്ത് മാറ്റി വെച്ച് നേരെ ഡാഹ്വാന്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ കുറച്ചു നേരം ഡാഹ്വാനെ കൊഞ്ചിച്ച് അവിടെ ഇരിക്കും. അതിനുശേഷം നേരെ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ ജിങ്ഷിയുടെ ബക്കറ്റ് ലിസ്റ്റ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്ത് തീർത്ത് അതിലെല്ലാം ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിലുള്ള ഫിഷ് ടാങ്കില് ഫിഷ് ഇടണമെന്നുള്ള ലിസ്റ്റ് പോലും അതിലുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനത്തെ ഒന്ന് മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അത് വേറൊന്നല്ല, ജിങ്ഷിയുടെ വീട്ടിലേക്ക് ചെന്ന് ജിങ്ഷിയുടെ പാരന്റ്സുമായിട്ട് സംസാരിക്കണമെന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് മാത്രം ചെയ്യാത്തത് കൊണ്ട് അതിൽ മാത്രം ബ്ലാങ്ക് ആണ്. ഇത് കണ്ട് ജിങ്ഷി വല്ലാണ്ട് ഇമോഷണൽ ആകും. ആ ടൈമിനാണ് ഡെലിവറി ഉണ്ടെന്നും പറഞ്ഞ് പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നത്.
അങ്ങനെ തന്നെ ജിങ്ഷി ചെന്ന് ഡോറ് തുറക്കും. അവിടെ വന്നിരിക്കുന്നത് സൂ മെഡിക്കൽസിന്റെ ഓണറാണ്. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞില്ലേ, അയാൾ ജിങ്ഷിനെ കണ്ട് അങ്ങനെ തന്നെ ജിങ്ഷിക്ക് അടിക്കും. ജിങ്ഷി അവിടെ തന്നെ ബോധം കെട്ടും വീഴും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് വരും. അകത്താണെങ്കിലോ ജിങ്ഷിയുടെ ബാഗ് ഉണ്ട്. അപ്പോ ജിങ്ഷി ഇങ്ങോട്ടേക്ക് വന്നെന്ന് അവന് മനസ്സിലാകും. അങ്ങനെ ഹാപ്പി ആയിട്ട് ജിങ്ഷീന വീട് മൊത്തം നോക്കും. പക്ഷെ അവിടെ എങ്ങും കാണുന്നില്ല. ആ ടൈമിനാണ് ജിങ്ഷിയുടെ ഫോണിൽ നിന്ന് ഇവന് കോള് വരുന്നത്. ജിങ്ഷിയുടെ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് സൂ മെഡിക്കൽസിലെ ഓണറാണ്. നിനക്ക് നിന്റെ ഗേൾഫ്രണ്ടിനെ ജീവനോട് കൂടി വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഒരു 1 മില്യണുമായിട്ട് വരണം. അല്ലെങ്കിൽ നിന്റെ ഗേൾഫ്രണ്ടിനെ നിനക്ക് ജീവനോട് കൂടി കാണാനായിട്ട് സാധിക്കില്ല. ഇനി ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ അവളുടെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാമെന്നും പറഞ്ഞ് അയാൾ നേരെ ചെന്ന് ജിങ്ഷിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിക്കും. ജിങ്ഷിനെ അവിടെ അയാൾ കെട്ടിയിട്ടേക്കുവാണ്. അങ്ങനെ ജിങ്ഷിയും വേദന കൊണ്ട് കരയാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുമ്പോ ഞാനും വല്ലാത്ത സങ്കടം വരും. പ്ലീസ് ഇനിയും നീ അവളെ ഉപദ്രവിക്കരുത്. നിനക്ക് വേണ്ടുന്നത് എന്താണോ അതും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ കോളും കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങും. അതേ ടൈം അയാളാണെങ്കിലും നിന്നെ രക്ഷിക്കാനായിട്ട് നിന്റെ ബോയ് ഫ്രണ്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ വരും. അവൻ ഇങ്ങോട്ടേക്ക് വന്ന ഉടനെ തന്നെ ഞാൻ അവനെ കൊന്നുകളയും. ആക്ച്വലി ഞാൻ അങ്ങോട്ടേക്ക് വന്നത് പോലും അവനെ തട്ടിക്കളയാനായിട്ടാണ്. ആ ടൈമിനാണ് നീ എന്റെ കയ്യിലേക്ക് വന്ന് പെട്ടത്. എന്തായാലും നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവനെ കൊല്ലും. നീ അത് കണ്ടോന്നും പറഞ്ഞ് പുള്ളിയും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കും. അതേ ടൈം ഞാനാണെങ്കിലോ കാറൊക്കെ എടുത്ത് ഇയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈസോയിനും കോള് ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഈസോയും പേടിച്ച് നീ ഇനി അങ്ങോട്ടേക്ക് പോവല്ലേ, ഞങ്ങളും കൂടി വരാം, അതിനുശേഷം നമുക്ക് പോവാന്ന് പറയും. പക്ഷെ അതൊന്നും ഞാൻ കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ തന്നെ അയാൾ പറഞ്ഞ ആ ഒരു ബിൽഡിങ്ങിലേക്കും ചെല്ലും. അങ്ങനെ അയാളും ജിങ്ഷിയുടെ കഴുത്തിലെ കത്തിയും വെച്ച് ഞാനെന്റെ ഫ്രണ്ടിലേക്ക് വരും. ഞാൻ പറഞ്ഞ ക്യാഷ് എവിടെ, ആ ക്യാഷ് കിട്ടിയാൽ മാത്രമേ നിന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ വിടുള്ളൂ, അല്ലെങ്കിൽ ഇവളുടെ കഴുത്തറുത്ത് ഇവിടെ വെച്ച് തന്നെ ഞാൻ കൊന്നോളയെന്ന് പറയും. പ്ലീസ് നീ അവളെ ഒന്നും ചെയ്യരുത്, നിനക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ് കാറിൽ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും. കാറിലേക്ക് നോക്കുമ്പോൾ അധികം ക്യാഷ് ഒന്നുമില്ല. നീ എന്താണ് എന്നെ പറഞ്ഞ് പറ്റിക്കുവാണോ? 1 കോടിയൊന്നും അതിലില്ല, എനിക്കറിയാന്ന് പറയും. ആ അതിൽ പകുതിയുള്ളൂ, ബാക്കി ക്യാഷ് ഈ കാർഡിലാണ്. ഈ ഒരു ഒറ്റ നൈറ്റ് കൊണ്ട് ഞാൻ എങ്ങനെ ഈ 1 മില്യൺ ഒക്കെ സംഘടിപ്പിക്കും? അതുകൊണ്ടാണ് ഞാൻ ഈ കാർഡും കൊണ്ട് വന്നത്. നിനക്ക് ആവശ്യമുള്ളതിനേലും അധികം ഈ കാർഡിലുണ്ട്, നീ ഇതെടുത്തോ, എന്നിട്ട് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടെന്ന് പറയും. അങ്ങനെ തന്നെ ഞാനും ആ കാർഡ് അയാൾക്കായിട്ട് കൊടുക്കും. ജിങ്ഷി അങ്ങനെ തന്നെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഓടും. ആ ടൈമിനാണെങ്കിലോ അയാള് ഒരു ഇരുമ്പ് റാഡ് എടുത്ത് യാനിനെ അടിക്കാനായിട്ട് തുടങ്ങും. ഇത് കണ്ട ജിങ്ഷി അപ്പൊ തന്നെ ഇവരുടെ ഇടയ്ക്ക് കയറി അയാളെ തടുത്തോണ്ടിരിക്കും. അയാൾക്കാണെങ്കിലോ ദേഷ്യം കയറി ജിങ്ഷിനെ തിരിഞ്ഞടിക്കാനും വരും. ഇത് കാണുമ്പോ തന്നെ ഞാൻ അയാളെ കയറി പിടിച്ച് അയാൾ അടിക്കുന്ന എല്ലാ അടിയും അവൻ തന്നെ വാങ്ങും. എന്നാലും ജിങ്ഷിയുടെ അടുത്തേക്ക് തന്നെ ഇയാൾ പോവാനായിട്ട് ശ്രമിക്കും. ഇനി ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അയാളെയും പിടിച്ചു വലിച്ച് ബാക്കിലേക്ക് വീഴും. പക്ഷെ അവിടെയുള്ള കൈവരി പൊട്ടി രണ്ടുപേരും കൂടി മുകളിൽ നിന്ന് താഴേക്ക് വീഴും. ഇത് കണ്ട് ജിങ്ഷിയും വല്ലാണ്ട് ഫീൽ ചെയ്ത് കരയാനും തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഞാനിനെ ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. ഈച്ചനാണ് അവനിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജിങ്ഷിയും അവളുടെ മുറിവിലൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നേരെ യാനിന്റെ റൂമിലേക്ക് ഓടി വരും. ഈച്ചനെ കണ്ട് യാനിനിപ്പോ എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ചോദിക്കും. സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നുമില്ല, ഒരു ബോണില് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ, വലിയ പ്രോബ്ലം ഒന്നും സംഭവിച്ചില്ല, കുറച്ചുനാള് റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയായിക്കോളും, ഞാനെന്നാ പോവാണ്, എനിക്ക് പോയിട്ട് കുറച്ച് പേഷ്യൻസിനെയും കൂടി നോക്കാനുണ്ടെന്നും പറഞ്ഞ് ഈച്ചൻ അവിടെ നിന്ന് പോകും. അങ്ങനെ തന്നെ ജിങ്ഷി അവൻ കിടക്കുന്ന ബെഡൊക്കെ ശരിയാക്കാനായിട്ട് പോകും. അപ്പൊ തന്നെ ഞാൻ അവളുടെ കയ്യിലേക്ക് കയറി പിടിച്ച് ജിങ്ഷി നീ എന്നോട് ക്ഷമിക്കില്ലേ, എനിക്ക് ഒരു ചാൻസും കൂടി തരില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിങ്ഷി ഞാനെന്റെ അടുത്തേക്ക് ഇരിക്കും. ഞാൻ എപ്പോഴേ നിന്നോട് ക്ഷമിച്ചു, ഞാനാണ് തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്. നീ എപ്പോഴും നിന്റെ പ്ലാൻ ഒന്നും എന്റെ അടുത്ത് പറയാറില്ല, അതിൽ വന്ന ചെറിയൊരു കൺഫ്യൂഷൻ ആണിത്. എന്നാലും ഞാനും നിന്നെ പോലെ തന്നെയാണ്. നീ എന്റെ മേത്ത് വെച്ചിരിക്കുന്ന ലവ് എനിക്ക് മനസ്സിലായില്ലല്ലോ. നീ നിന്റെ വഴിയിലൂടെ എന്നോടുള്ള സ്നേഹം കാണിച്ചു. നീ ഒരു ബിസിനസ് കുടുംബത്തില് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ബിസിനസ് ഏതാണ് ലവ് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. പക്ഷെ ഞാൻ ഈ ഫീൽഡിലെ പുതിയതല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. ഇത്രയും ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതില് നീ എന്നോട് ക്ഷമിക്കില്ലേന്ന് ജിങ്ഷിയും ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചോദിക്കും. ഞാനും ഇത് കേട്ട് ഭയങ്കര ഹാപ്പിയാകും. അങ്ങനെ തന്നെ ജിങ്ഷിനെ പിടിച്ചെടുത്ത് കിസ് ചെയ്യാനും തുടങ്ങും. അങ്ങനെ ഇവര് ഒന്നിച്ചു. ഗൈസ്, നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ? എനിക്കും ഹാപ്പി ആയി. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ജിസോ ഇപ്പോ മിസ്റ്റർ ലൂവിനെ കാണാനായിട്ട് വരും. സാർ, നിങ്ങൾ എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ വന്നെന്ന് പറയും. നിനക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട്, ആ കാര്യം നിന്റെ അടുത്ത് പറയാനായിട്ടാ വന്നത്. ആ ഒരു ഓഫർ പ്രകാരം നീ 3 years ജർമ്മനിയിലേക്ക് പോണം. അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ നിനക്കൊരു ഹൈ പൊസിഷൻ കിട്ടും. എന്തായാലും നീ നന്നായിട്ട് ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയും.
സിസോക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും. അതേ ടൈം ലില്ലിയും നാൻസിയും കൂടി നേരെ ജിങ്ഷിനെയും യാനിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ജിങ്സിനെ കണ്ട ഉടനെ തന്നെ എങ്ങനെയുണ്ടടി, ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഇപ്പൊ ഓക്കെയാണ്, നിങ്ങൾ എന്തായാലും ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും. ഓക്കെ, നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, നിനക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഫുഡൊക്കെ എടുത്തു കൊടുക്കും. ആ ടൈമിന് സിസോയാണെങ്കിലും വല്ലാത്ത കൺഫ്യൂഷനിലാണ്. ഈ ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ ഇതൊന്നും തീരുമാനിക്കാനായിട്ട് അവന് പറ്റുന്നില്ല. എന്തായാലും ലില്ലിനെ വിളിച്ചൊരു അഡ്വൈസ് ചോദിച്ചേക്കാന്നും പറഞ്ഞ് ലില്ലിക്ക് കോൾ ചെയ്യും. ഈ കാര്യം ആദ്യം പറയാനായിട്ട് വരുന്നുണ്ടെങ്കിലും അത് പറയാണ്ട് ജിങ്ഷിക്കും യാനിനും എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ചോദിച്ച് അതങ്ങാട് സ്കിപ്പ് ചെയ്ത് വിടും. അതേ ടൈം സിഡ്നിനെ കാണിക്കാണ്. യാനിന് പറ്റിയ കാര്യം അറിഞ്ഞ് നേരെ മിസ്റ്റർ ചെന്നിനെ കാണാനായിട്ട് ചെല്ലും. ഇതിന്റെ പുറകില് നീയാണോന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല, എനിക്കിതിലൊരു പങ്കുമില്ലാന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് സിഡ്നി നേരെ യാനിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ഒരു ബൊക്കയും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ തന്നെ ജിങ്ഷി ഒരു ബൊക്കെ എടുത്ത് ഒരു മൂലക്ക് മാറ്റി വെച്ച്, നിങ്ങൾ എന്തായാലും ഇവിടെ ഇരുന്ന് സംസാരിക്ക്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാന്നും പറഞ്ഞ് ഇവരെ മാത്രം അവിടെ നിർത്തി ജിങ്ഷി അങ്ങനെ പുറത്തേക്ക് പോകും. എന്തായാലും ഞാൻ നന്നായിട്ട് ഇരിക്കുന്നത് കാണാനായിട്ട് വന്നതല്ലാന്ന് എനിക്കറിയാം, എന്തായാലും വന്ന കാര്യം പറയാനായിട്ട് പറയും. നീ എന്നെ പറ്റി എങ്ങനെയാണോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും നിന്നെ കാണാനായിട്ട് വന്നത് ഒരു റീസൺ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി നിന്നെ അറിയിക്കണം, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്റെ എല്ലാ ഷെയർസും ഞാൻ മിസ്റ്റർ ചെന്നിന് കൊടുക്കാൻ വേണ്ടി പോവാന്ന് പറയും. നല്ല കാര്യം, നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ ഷെയർ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോന്നറിയും. ഓക്കെ എന്നും പറഞ്ഞ് സിഡ്നി നേരെ ജിങ്ഷിയുടെ അടുത്തേക്ക് വരും. നിനക്ക് ശരിക്കും യാനിനെ അറിയില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോഴും അവനൊരു ചാൻസ് കൊടുത്തത്. അവൻ ശരിക്കും ഒരു സെൽഫിഷ് ആണ്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, അവന് നിന്നോട് സ്നേഹം ഉണ്ടെന്നാണോ? അവസാനം നിനക്ക് പണി കിട്ടുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും പറയും. അപ്പൊ തന്നെ ജിങ്ഷി, ആദ്യമൊക്കെ നിന്നെ കാണുമ്പോ വല്ലാത്തൊരു ദേഷ്യം എന്റെ ഉള്ളിലേക്ക് വരുമായിരുന്നു, പക്ഷെ എനിക്കിപ്പോ നിന്നെ കാണുമ്പോ പാവമാണ് തോന്നുന്നത്. നീ ഓവറായിട്ട് യാനിനെ സ്നേഹിക്കുന്നുണ്ട്, അതിപ്പോ ഒരു പൊസസീവ്നെസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇത്രക്കും കഷ്ടപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവ് വെച്ച് എന്തോരം ദൂരം നീ പോവേണ്ടതാണെന്ന് നിനക്കറിയാമോ? പക്ഷെ നീ ആ കഴിവ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾക്കിടയിലുള്ള ലവ് എന്താണെന്ന് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നീ അത് തിരുത്താനായിട്ട് വരണ്ട, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്നും പറഞ്ഞ് ജിങ്ഷി അവിടെ നിന്ന് പോകും. ഇത് കേട്ട് ജിങ്ഷിനോടുള്ള ദേഷ്യത്തില് മിസ്റ്റർ ചെന്നിന് കോൾ ചെയ്ത് എല്ലാ ഫയൽസിലും ഞാൻ സൈൻ ചെയ്ത് ഇപ്പൊ തന്നെ തന്നോളാന്ന് പറയും. അതേ ടൈം യുവാൻ മിസ്റ്റർ ചെന്നിനെ കാണാനായിട്ട് ചെല്ലും. ഇതിന്റെ പുറകില് നീയാണോ എന്ന് ചോദിക്കും. ഞാനൊന്നും അല്ല, ഇപ്പൊ ഇങ്ങനെ വന്ന് സംസാരിക്കാനായിട്ട് എന്താ റീസൺ? ഇനി അനിയനോടുള്ള സ്നേഹം പൊങ്ങി ഇങ്ങോട്ട് പോന്നോന്ന് എന്നെ ചോദിക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഗ്രാൻഡ് പേരുടെ ശ്രദ്ധ നിന്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിനക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഒരു വാണിംഗ് ഒക്കെ കൊടുത്ത് യുവാൻ അവിടെ നിന്ന് പോകും. അതേ ടൈം ഇസോയി ആണെങ്കിലോ യാനിനെ കാണാനായിട്ട് വന്നേക്കുവാണ്. എടാ, നിനക്കിപ്പോ വയ്യാണ്ട് ഇവിടെ അഡ്മിറ്റ് ആണ്, അറ്റ്ലീസ്റ്റ് ജിങ്ഷി നിന്റെ കൂടെയെങ്കിലും ഇരിക്കണ്ടേ? കുറച്ചു നേരം നിന്റെ അടുത്ത് സംസാരിച്ചിട്ടെങ്കിലും പോയി കൂടായിരുന്നില്ലേ? അവള് നിന്നെ ഒറ്റക്കാക്കി പോയേക്കുവാണ്, അവളൊരു മനുഷ്യ സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ച് വെറുതെ ജിങ്ഷിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. യാനാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല, കയ്യും കെട്ടി കേട്ടോണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ജിങ്ഷി അങ്ങോട്ടേക്ക് കയറി വരും. ഈസോയോ, നിങ്ങളെപ്പോ വന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. ജിങ്ഷി, ഞാനിപ്പോ വന്നതേ ഉള്ളൂ എന്നറിയും. എന്തായാലും ഈസോയോ നീ ഇവിടെ ഇരിക്കും, ഞാനേ ഫ്രൂട്ട്സ് ഒക്കെ വാഷ് ചെയ്തുകൊണ്ട് വരാന്നും പറഞ്ഞ് റെസ്റ്റ് റൂമിലേക്ക് പോകും. അപ്പൊ തന്നെ ഈസോയോ യാനിന്റെ അടുത്തേക്ക് വന്നിട്ട്, എന്തായാലും ജിങ്ഷി ഇപ്പോ നിന്നെ കാണാനായിട്ട് വന്നില്ലേ, നീ എങ്ങനെയെങ്കിലും അവളുടെ കാലിൽ വീണാണെങ്കിലും അവളെ ഒന്ന് കറക്കിയെടുത്ത് നിന്റെ അരികത്ത് തന്നെ നിർത്തുമെന്ന് പറയും. ഞാനാണെങ്കിലോ ഈസോയിനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാണ്ട്, അയ്യോ ജിങ്ഷി എനിക്ക് നടുവേദന എടുക്കുന്നു, ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഓവർ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുമ്പോ തന്നെ ജിങ്ഷി ഓടി യാനിന്റെ അടുത്തേക്ക് വന്ന് അവനെ ഒന്ന് ശരിയാക്കി നിർത്താനായിട്ട് നോക്കും. ആ ടൈമിന് യാനാണെങ്കിലോ ജിങ്ഷിയുടെ കവിളത്ത് ഒരു കിസ് അങ്ങോട്ട് കൊടുക്കും. നിങ്ങളപ്പോ വീണ്ടും ഒന്ന് ചേർന്നല്ലേ, ഇത് നിനക്ക് വായ കൊണ്ട് പറയാനായിട്ട് സാധിക്കില്ലേ, പ്രവൃത്തി കൊണ്ടേ കാണിക്കോളൂ. എന്തായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്ക്, ഞാൻ എന്തായാലും പോവാണ്. പോകുന്നതിന് മുമ്പ് എനിക്ക് ജിങ്ഷിയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ബ്രേക്കപ്പ് ആയി നീ ജർമ്മനിയിലേക്ക് പോയില്ലേ, ആ ഒരു ദിവസം ഉണ്ടല്ലോ ഇവൻ ഭയങ്കര സങ്കടത്തില് ഒരു ബോട്ടിൽ ഡ്രിങ്ക് അവൻ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. ഒരു ബോട്ടിൽ വിഷം കുടിക്കുന്നതിന് തുല്യമാണ് ഇവൻ ഒരു ബോട്ടിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നത്. അതുപോലും മനസ്സിൽ വെക്കാണ്ട് അത്രയ്ക്കും ശോകത്തിലായിരുന്നു അവൻ. ഞാൻ എന്തായാലും പോവാന്നും പറഞ്ഞിട്ട് ഈസോയി അവിടെ നിന്ന് പോകും. ഈസോയി പോയി കഴിയുമ്പോ തന്നെ ഇതൊക്കെ സത്യമാണോന്ന് ജിങ്ഷി യാനിന്റെ അടുത്ത് ചോദിക്കും. സോറി, അങ്ങനെ പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞ് യാൻ ജിങ്ഷിക്ക് പ്രോമിസ് ഒക്കെ കൊടുക്കും. അങ്ങനെ നൈറ്റ് നാൻസിനെ കാണിക്കാണ്. ജിങ്ഷിനെ ഇപ്പൊ ഒരാള് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയില്ലേ, അതുകൊണ്ട് തന്നെ നാൻസിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. ഇനി ഈ രാത്രിയില് ആരെങ്കിലും എന്നെ വന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവോ എന്നുള്ള പേടിയില് ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ആ ടൈമിനാണ് ഡോറിന്റെ അരികത്ത് ആരോ വന്ന് നിൽക്കുന്ന പോലെ നാൻസിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് നല്ല പേടിയുണ്ടെങ്കിലും ഒരു ഫ്രൈ പാനൊക്കെ എടുത്ത് അയാൾ അടിച്ചെന്ന് ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് വാതിലും തുറന്ന് അടിക്കാനായിട്ട് പോകും. അവിടെ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ലിങ്ങാണ്. അയ്യോ, നീ എന്നെ അടിച്ചു കൊല്ലല്ലേ, നീ ഇന്ന് എന്തായാലും പേടിച്ചായിരിക്കും ഇരിക്കുക എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ വന്നതാന്ന് പറയും.
ഇത് കേൾക്കുമ്പോ നാൻസിക്ക് ഹാപ്പി ആകും. എന്തായാലും നീ വാ, അകത്തേക്ക് പോവാന്നും പറഞ്ഞ് ലിങ്ങിനെയും കൂട്ടി അകത്തേക്ക് പോകും. അതേ ടൈം ജിങ്ഷി ആണെങ്കിലോ ഹോസ്പിറ്റൽ യൂണിഫോം ഒക്കെ ഇട്ട് നേരെ യാനിന്റെ അടുത്തേക്ക് വരും. യാനിനാണെങ്കിലോ ഇവള ഈ ഒരു ഡ്രസ്സിൽ കാണുമ്പോ വല്ലാത്തൊരു സങ്കടം വരും. നിന്നെ ഈ ഡ്രസ്സിൽ കാണുമ്പോ എനിക്ക് വല്ലാണ്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഡ്രസ്സിൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരാണ്ടിരിക്കട്ടെ, അതാണ് എന്റെ വിഷയം എന്നും പറഞ്ഞ് ജിങ്ഷിയുടെ കയ്യിൽ പിടിക്കും. അതേ ടൈം നാൻസി ആണെങ്കിലോ ലിങ്ങിന് ഒരു ബെഡ്ഷീറ്റും തലങ്ങോണിയും എറിഞ്ഞിട്ട് കൊടുക്കും. നീ എന്തായാലും ഇവിടെ കിടന്നോ, അകത്തെ റൂമിൽ ഞാൻ കിടന്നോളാന്നും പറഞ്ഞ് നാൻസിയും പേടിച്ച് അകത്തേക്ക് പോകും. അപ്പോഴേക്കും ലിങ് ആണെങ്കിലോ കിടന്നുറങ്ങുന്ന പോലെ ഒരു ആക്ടിങ് അങ്ങോട്ട് കൊടുക്കും. നാൻസി പേടിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോ ലിങ് ആണെങ്കിലും ഉറങ്ങുവാണ്. അങ്ങനെ ഇവൻ ഉറങ്ങുവാണെന്ന് വിശ്വസിച്ച് നേരെ ലിങ്ങിന്റെ ചെവിട്ടിലേക്ക് ചെന്ന് നീ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകും. പക്ഷെ നമ്മുടെ ലിങ് ഉറങ്ങിയിട്ടില്ലല്ലോ, എന്റെ ലവ് സക്സസ് ആയെന്നും പറഞ്ഞ് ലിങ് ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആകും. അതേ ടൈം ഞാൻ ഉറങ്ങാണ്ട് ജിങ്ഷിനെ നോക്കി തന്നെ കിടക്കും. പെട്ടെന്ന് ജിങ്ഷി കണ്ണ് തുറന്നു നോക്കി നീ എന്താ ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കും. ഉറങ്ങ കുറച്ചു നേരം കഴിയുമ്പോ ഉറങ്ങാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പരസ്പരം നോക്കി ഇങ്ങനെ കിടക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ലിലിയും സിസോയും കൂടി ഇവരെ കാണാനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. ആ ടൈമിന് തന്നെ നാൻസിയും ലിങ്ങും അങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ നാലുപേരും കൂടി യാനിനെ കാണാനായിട്ട് അകത്തേക്ക് കയറും. അകത്ത് കയറിയ ഉടനെ തന്നെ ലിങ് ആണെങ്കിലും ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് യാനിന് നാൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ലിങ് നീ സൂപ്പറാണ്, നീ കലക്കുവാണെന്ന് സിസോ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ലിങ് ചേട്ടാ എന്തായാലും ഇപ്പോ ചേട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ, ചേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തരണം. എന്ത് ഗിഫ്റ്റാണ് ചേട്ടന് വേണ്ടതെന്ന് നീ ചോദിക്കും. എനിക്കൊരു ഗിഫ്റ്റ് വേണം. ആദ്യം നീ പോയിട്ട് 2-3 മാസത്തെ ബാറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നതാ. അതിനുശേഷം വേണ്ട ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞേക്കാന്ന് പറയും. ദൈവമേ, ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ആപത്താണെന്ന് പറഞ്ഞ് ലിങ് നിൽക്കും. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഇവര് 4 പേരും അങ്ങനെ തന്നെ പുറത്തേക്ക് പോകും. ഒരു വശത്ത് ലില്ലിയും നാൻസിയും കൂടി നടക്കും, മറുവശത്ത് നമ്മുടെ ലിങ്ങും സിസോയും കൂടി നടക്കുവാണ്. അപ്പൊ തന്നെ ലിങ് ലില്ലിക്ക് നിന്നോടൊരു ചായ്വ് തോന്നുന്നുണ്ട്, എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നീ ഒന്ന് അവരെ തിരിഞ്ഞു നോക്കി, അവര് നിന്നെ പറ്റിയാ പറയുന്നേന്ന് അറിയും. അതേ ടൈം തന്നെ ഇവരാണെങ്കിലോ എപ്പോഴും നിനക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയാണ് ഇഷ്ടം. ഇപ്പോഴാണെങ്കിലോ സിസോ നിന്റെ പുറകെ നടക്കുവാണ്, അതും ഒരു കുഞ്ഞു പപ്പിനെ പോലെ. അവൻ നിന്റെ പുറകെ വരാനായിട്ട് നീയും ഒരിടം അവന് കൊടുക്കുന്നുണ്ട്. എനിക്കെന്തോ നീ അവനെ ലവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഏയ് അങ്ങനെയൊന്നുമില്ലടി, എന്തായാലും സിസോ നല്ല പയ്യനാണ്, അല്ലാണ്ട് വേറൊരു ഫീലിങ്സും ഞങ്ങളുടെ ഇടയിൽ ഇല്ലാന്നറിയും. എന്തെങ്കിലും നിങ്ങൾ ചെയ്, ഞാൻ എന്തായാലും ഇങ്ങനെയും കൂട്ടി പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകും. ഇപ്പോ സിസോയും ലില്ലിയും മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് ലില്ലി മുന്നോട്ട് നടക്കും. അപ്പൊ തന്നെ സിസോയാണെങ്കിലോ ഫോൺ എടുത്ത് മിസ്റ്റർ ലൂവിന് കോൾ ചെയ്ത് നിങ്ങൾ എനിക്കൊരു ഓഫർ തന്നില്ലേ, അതിന്റെ കാര്യം ഞാൻ തീരുമാനിച്ചു എന്ന് ഇങ്ങനെ പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഞാനിപ്പോ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. രണ്ടുപേരും കൂടി അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലും. ഞാനില്ലാത്ത ടൈമിന് പോലും എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നും നീ നോക്കി നോക്കി ചെയ്തിട്ടുണ്ട്. എപ്പോൾ മുതലാണ് നിനക്ക് എന്നോട് ഇത്രയധികം സ്നേഹം തോന്നി തുടങ്ങിയതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കറിയില്ല ജിങ്ഷി, ചിലപ്പോ നിന്നെ ആദ്യമായിട്ട് സ്കൂളിൽ വെച്ച് കണ്ടപ്പോഴായിരിക്കും, അതല്ലാണ്ട് കോളേജിൽ വെച്ച് നീ ഒരു സ്പീച്ച് കൊടുത്തില്ലേ, ചിലപ്പോ ആ ടൈമിനും ആയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ജിങ്ഷി, എന്നാലും എനിക്കിപ്പോ പറയാനായിട്ട് സാധിക്കും നീ എന്റെ ജീവന്റെ ജീവനാണ്, അത്രയധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ജിങ്ഷിക്കും വല്ലാണ്ട് ഇമോഷണൽ ആകും. നീ ഇനി ഇമോഷണൽ ആയിട്ടൊന്നും പറയണ്ട, എന്തായാലും നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകുമെന്നും പറഞ്ഞ് യാനിനെ അങ്ങനെ ജിങ്ഷി കെട്ടിപ്പിടിച്ച് നിൽക്കും. അങ്ങനെ നൈറ്റ് ആകുമ്പോ ജിങ്ഷി ആദ്യം തന്നെ കിടന്നുറങ്ങും. ഞാനാണെങ്കിലും അവൾക്ക് പുതപ്പൊക്കെ ഇട്ട് കൊടുത്ത് ജിങ്ഷിനെ നോക്കി അങ്ങനെ കുറച്ചു നേരം ഇരിക്കും. ആ ടൈമിനാണ് ആ താങ്ക് യു കാർഡ് കാണുന്നത്. ജിങ്ഷി ആ ഒരു കാർഡ് എടുത്ത് ഒരു ബോക്സില് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ യാനിനും ഒരുപാട് ഹാപ്പി ആകും. അങ്ങനെ ജിങ്ഷിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം ഇങ്ങനെ കിടക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. രാവിലെ തന്നെ ജിങ്ഷിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാന്നും പറഞ്ഞ് യാൻ ചാടി എഴുന്നേൽക്കും. അപ്പൊ പെട്ടെന്ന് മുതുക് വല്ലാണ്ട് വേദനിക്കാനും തുടങ്ങും. എന്ത് പറ്റിയെന്ന് ജിങ്ഷി ഇങ്ങനെ ചോദിക്കും. ഇല്ല, റെസ്റ്റ് എടുത്തത് ശരിയായില്ല എന്ന് തോന്നുന്നു, ലൈറ്റായിട്ട് മുതുക് വേദന എടുക്കുന്നുണ്ട്, എന്തായാലും അതൊന്നും കുഴപ്പമില്ല, നീ എഴുന്നേറ്റ് വാ, നിനക്ക് വേണ്ടിയിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ കിച്ചണിലേക്ക് പോകും. എപ്പോഴത്തെയും പോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് ഇവരുടെ ലൈഫ് അങ്ങനെ പോവാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും കൂടി നേരെ ഓഫീസിലേക്ക് ചെല്ലും. ഞാൻ അങ്ങനെ ക്യാബിലേക്ക് ചെല്ലുമ്പോ അവനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ യാനിന് ഒരുപാട് ഹാപ്പി ആകും. അങ്ങനെ ജിങ്ഷി നേരെ ഓഫീസിലേക്ക് ചെല്ലും. ബിസിനസ് ഡെവലപ്പ് ചെയ്യണമല്ലോ, അതിനായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ യാനിനെ കാണാനായിട്ടും ചെല്ലും. നീ ഇങ്ങനെ അധികം നേരം ഇരിക്കണ്ട, മുതുകൊക്കെ വേദന ഉള്ളതല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു എക്സസൈസ് കാണിച്ചു തരാന്നും പറഞ്ഞ് യാനിനെ എഴുന്നേപ്പിച്ച് നിർത്തി ജിങ്ഷി അങ്ങനെ എക്സസൈസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്
എന്താണെന്ന് കാണിച്ചു കൊടുക്കും. പക്ഷേ യാനിനാണെങ്കിലോ ഓരോ ദിവസം കൂടുന്തോറും മുതുകുവേന അധികമായിട്ട് വരുന്നുണ്ട്. എന്നാലും അത് ജിൻഷിനെ കാണിക്കുന്നില്ല, അവളെ കാണിക്കാണ്ട് മറച്ചു വെക്കും. അങ്ങനെ നൈറ്റുമാകും. ജിൻഷി ഡ്രസ്സൊക്കെ മാറിയിട്ട് യാനിന്റെ കൂടെ സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നിരിക്കും. അങ്ങനെ യാനും ഡാഹ്വാനെയും എടുത്ത് ജിൻഷിയുടെ അടുത്തേക്ക് ചെന്നിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഡാഹ്വാനെ ഒന്ന് കൊഞ്ചിക്കും. ഇപ്പോ നമ്മൾ 3 പേരുണ്ട്, നമ്മൾ 3 പേരും കൂടി ചേർന്നപ്പോ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. അതെ അതെ ശരിയാണെന്ന് യാനും അവന്റെ വേദനയെല്ലാം മറച്ചു വെച്ച് ജിൻഷിയുടെ മുമ്പിൽ ഹാപ്പി ആയിട്ടിരിക്കും. ഇനി എന്തായിരിക്കും യാനിന് സംഭവിക്കാനായിട്ട് പോകുന്നത്? എന്തായാലും വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.